എഫെസ്യർ 3:20. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വചനം 3:8 പറയാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, ആ ശക്തിയാൽ, അതല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ദൈവശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നവനാണ് എന്നിൽ വസിക്കുന്ന ദൈവശക്തി, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പരിശുദ്ധാത്മാവിനെയും അഭിഷേകത്തെയും സ്വീകരിച്ചിട്ടുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും വളരെ കൂടുതലായിട്ട് ദൈവം തന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? പുസ്തക പ്രവർത്തനങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഈ ഒരു വചനം അംശം ധരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട പത്രോസും യോഹന്നാനും പെന്തക്കോസ്തായ്ക്ക് ശേഷം അവർ വചനം പ്രസംഗിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. പുസ്തക പ്രവർത്തനം 3-ാമത്തെ അധ്യായം അത് വായിക്കുകയാണത്. നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണെങ്കിൽ പോലും ഒരു ദിവസം 9 മണിക്കൂറുകളെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കുവാനായി സുന്ദരകവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലതു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റു, നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടങ്ങളിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കാം. പത്രോസ് യോഹന്നാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച 2 വ്യക്തികൾ, അവരുടെ ആദ്യത്തെ ദൗത്യമാണ്. അവർ നേരെ പോവുകയാണ് ജെറുസലേം ദേവാലയത്തിലേക്ക്. അപ്പോൾ അവിടെ ഒത്തിരിയേറെ കവാടങ്ങൾ അതിനുണ്ട്. കടന്നു പോകുന്നൊരു വഴി സുന്ദര കവാടം എന്ന സ്ഥലത്തൂടെ കടന്നു പോവുക. അവിടെ ഒരു ജന്മനായ ഒരാളെ എടുത്തുകൊണ്ട് ചില അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവർ ഭിക്ഷ യാചിക്കുവാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇവനെ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ മനുഷ്യനിവിടെ കിടക്കുമ്പോഴാണ് പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ കടന്നു പോയപ്പോൾ അവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. അത് അവൻ്റെ ഒരു കടമയാണ്, ചോദിക്കുക എന്നുള്ളത്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഇവൻ പത്രോസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വചനം പറയുകയാണ്, പത്രോസും യോഹന്നാനും അവനെ സൂക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നേരെ നോക്കുക. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ആ ഭിക്ഷക്കാരൻ അവനിങ്ങനെ കിടക്കുകയാണ് അവിടെ. അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 40 വയസ്സ് പ്രായമുണ്ട് അവന്. അവസാനത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് 40 വയസ്സ് പ്രായമുണ്ട് ആ രോഗശാന്തി കിട്ടിയവൻ. അപ്പോൾ അനേകം 40 വർഷക്കാലമായി മുടന്നുണ്ടായിരുന്നവൻ, നടക്കാൻ പറ്റാത്തവൻ, അവൻ കിടക്കുകയാണ്. കിടന്നുകൊണ്ടാണ് അവൻ ഭിക്ഷ ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ട് 2 പേര് പോയപ്പോൾ അവൻ കിട്ടിയാൽ കിട്ടി ചോദിച്ചു. പക്ഷെ ഉടനെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ നേരെ നോക്കുക. അതിനും പറയുകയാണ്, പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി.
പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലതു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റു, നടന്നും കുതിച്ചു ചാടിയും അവൻ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് ഇപ്രകാരം പറയുകയാണ്, ആദ്യം പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക. അപ്പോൾ ആ ഒരു പ്രസ്താവന, ഞങ്ങളുടെ നേരെ നോക്കുക, ആരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ നേരെ നോക്കുക, ഇവൻ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ സൂക്ഷിച്ച് നോക്കി. ഉടനെ പത്രോസ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നിനക്ക് തരുവാൻ എൻ്റെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എന്നാൽ എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞ കൈക്ക് പിടിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനിലേക്ക് കടന്നു ചെന്നു. അവൻ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു. അവന്റെ കണങ്കാലുകൾ നിവർന്നു, ഉടന്നുള്ള പാദങ്ങൾ നിവർന്നു. അവൻ ചാടി എഴുന്നേറ്റ് പത്രോസിനെ കൈക്ക് പിടിച്ച് ഉയർത്തുകയാണ്. അവൻ ചാടി എഴുന്നേറ്റു. പിന്നെ അവൻ നടന്നും തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കേട്ട വചനം എഫെസോസ് 3 വചനത്തിൽ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ. പ്രിയപ്പെട്ടവരെ, ആ മുടന്തനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? അതില്ലായിരുന്നു. പക്ഷെ വചനം പറഞ്ഞിരിക്കുകയാണ്, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചു നോക്കി. ഇവിടെ നിൽക്കുന്ന ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞൊരു മനുഷ്യനാണ് പത്രോസ്, യോഹന്നാൻ നിൽക്കുക. 2 ശക്തന്മാർ നിൽക്കുകയാണ്. ആത്മാവ് നിറഞ്ഞവരാണ്, ശക്തന്മാർ 2 പേര് നിൽക്കുകയാണ്. പക്ഷെ അവൻ ശുഷ്കൻ, അവൻ ശൂന്യൻ, അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൊടുക്കാമെന്ന് പറഞ്ഞ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്നും എന്തോ കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതെന്താ അവൻ അറിയില്ല, എന്തോ പ്രതീക്ഷിച്ചു അവൻ. അപ്പോൾ അവൻ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും ഉപരിയായ ഒരു കാര്യമാണ് അപ്പോൾ അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. പത്രോസിലും യോഹന്നാനിലും പ്രവർത്തിച്ച ശക്തിയാൽ ഈ മുടന്തൻ ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും അധികമായ കാര്യം സംഭവിച്ചു. അവൻ എന്താ ആഗ്രഹിച്ചത്? നാണയം, ബനാറ വേണം, ശക്കൽ വേണം, അതാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അവൻ ആഗ്രഹിച്ചതിലും എന്തോ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ്റെ പ്രതീക്ഷയ്ക്കെല്ലാം ഉപരി അപ്പുറത്ത് സംഭവിച്ചു വലിയൊരു കാര്യമാണ്. 2 ധനാഢ്യന്മാര്, ആത്മാവിൽ സമ്പന്നന്മാര് അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ തന്നെ നോക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പ്രതീക്ഷയോടെ നോക്കിയപ്പോൾ അവൻ്റെ മേൽ ഈ സമ്പന്നന്മാരായ പത്രോസും യോഹന്നാനിൽ നിന്നും ആത്മാവിൻ്റെ സമ്പത്തോട് നിറയപ്പെട്ട അവരിൽ നിന്നും ആത്മാവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവഹിച്ചപ്പോൾ അവൻ ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും അധികമായ സമ്പത്ത് അവന് ലഭിച്ചുവെന്ന് മാത്രമല്ല, അവൻ്റെ പാദങ്ങൾ നിവർന്ന് സൗഖ്യപ്പെട്ട് അവൻ ചാടി എഴുന്നേറ്റു അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനും ഒരു സമ്പന്നനായിട്ട് മാറി. നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ വായിക്കുന്നുണ്ട്. ഈ സുഖപ്പെട്ട് കഴിഞ്ഞ ശേഷം ആൾക്കാരെല്ലാം ഓടിക്കൂടി കഴിഞ്ഞപ്പോഴേക്കും 11-ാമത്തെ വചനം, അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. അപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ വിട്ടുപോകുന്നില്ല. അവൻ അവരുടെ കൂടുതൽ നിൽക്കുകയാണ്, സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. വീണ്ടും ആൾക്കാരിങ്ങനെ ഓടിക്കൂടി പത്രോസ് പ്രസംഗിക്കുന്നുണ്ട് അവിടെ. അതിനുശേഷം ഈ സംഭവം അറിഞ്ഞപ്പോഴേക്കും പ്രമുഖന്മാർ അവരെ പിടികൂടുന്നു, അവരെ തടവുകാരാക്കുന്നു. 4-ാമത്തെ അധ്യായം പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കയാരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മനുഷ്യ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധിയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യപ്പാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെ
അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് കുറെ കാലം പത്രോസ് പ്രസംഗിക്കുന്നു. അതിനുശേഷം 13 വായിക്കുകയാണ്. പത്രോസിനെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. 14-ാമത്തെ വചനം. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്തു പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്നും പുറത്തു പോകുവാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം കൂടിയാലോചിച്ചു. നോക്കണമേ, ഇത് തലേദിവസം സൗഖ്യം പ്രാപിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ജനമെല്ലാം ഓടിക്കൂടി. നോക്കാം, ഒരുവിൻ്റെ മുടന്ത് സുഖപ്പെട്ടതിന് ശേഷമുള്ള സംഭവമാണിത്. ഒരു ഭിക്ഷക്കാരൻ്റെ കാൽപാദങ്ങളാണ് നിവർന്നത്. തളർവാദ രോഗിയായിരുന്നില്ല. കാൽപാദങ്ങളിൽ നിവർന്ന് സുഖപ്പെട്ടു. അവൻ നടന്നു, അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും യഹൂദസഭ ഇളകി. അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ തടവിലാക്കി. പിറ്റേ ദിവസമാണ്. ഇനി പിറ്റേ ദിവസം സംഭവിച്ചു നോക്കിക്കേ. അവിടെ പറഞ്ഞിരിക്കുകയാണ് 5-ാമത്തെ വചനം. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നാം ചിന്തിച്ച് നോക്കണം. ഒരുവന്റെ മുടന്ത് സുഖപ്പെട്ടു. അവൻ സുഖപ്പെട്ടതിന്റെ പേരിൽ അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്തു. അവരവിടെ പ്രസംഗിച്ചു പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ഇവര് അപ്പോസ്തലന്മാരെ കൊണ്ടുവരികയാണ്. അവരെ കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. അവരുടെ ആ സംഘമാണ് അത് മുഴുവനും വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് എംപിമാർ ഇവിടെ കൂടുന്ന പോലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സകലരും എത്തിക്കഴിഞ്ഞു. നോക്കണം, എത്ര വലിയൊരു സംഭവം നടന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അവർ മുഴുവൻ കൂടെ ഇവിടെ പറയുകയാണ്. ആ കുലത്തിൽപ്പെട്ട എല്ലാവരും, കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും, അധികാര സമൂഹം മുഴുവൻ അവിടെ വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അത്രമാത്രം വലിയൊരു ഇളക്കം, ഒരു ചലനമല്ല, അവിടെ ഒരു വലിയൊരു ഭൂമികുലുക്കം പോലെ സംഭവിച്ചു. അവസാനം ഇന്ന് ഇത് സംഭവിച്ചാലോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ. എത്രയോ പേർക്ക് സൗഖ്യമുണ്ടായി. സുഖപ്പെട്ടോ? കൊള്ളാം. കൈയടിച്ച് തീർന്നു, സാക്ഷ്യം തീർന്നു. ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക. ഈ മുടന്തൻ സുഖപ്പെട്ടപ്പോഴേക്കും ഒരു ദേശം മുഴുവൻ ഇളകി മറിയുകയാണ്. കാരണം എന്ന് ചോദിച്ചാൽ അവരെല്ലാം ഭയന്നുപോയി. അതുകൊണ്ട് അവർ കൂടിയത്, അവരുടെ സഭ കൂടുന്നു. അവിടെ ക്രിസ്തുവിനെ അവർ വധിച്ചു. എല്ലാം തീർന്നു വിചാരിച്ചു കഴിഞ്ഞപ്പോഴുണ്ട് പുതിയ ആളുകൾ പൊങ്ങി വന്നിരിക്കുക. അവർ പ്രസംഗിച്ചു, അവർ പ്രാർത്ഥിച്ചു, ഒരുത്തം സുഖപ്പെട്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലായ നിസ്സാര കാര്യമല്ല. അവരെല്ലാം പരിഭ്രാന്തരായി. ആ പരിഭ്രാന്തി, ആ ഭയമാണ് അവരെ അവിടെ ഒന്നിച്ചു കൂട്ടിയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്ന് ലഭ്യത ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ അധികാരവർഗം മുഴുവനും ഞടുങ്ങി വിറച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ വധിക്കാൻ മുൻകൈ എടുത്ത പ്രധാന പുരോഹിതന്മാർ അന്നാസും കയ്യഫാസും അവരെല്ലാം ഉണ്ട് അവിടെ. നിയമജ്ഞരും അധികാരികളും. അപ്പോൾ അത്ര വലിയൊരു സംഭവമാണ് അവിടെ നടന്നത് അവരെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിൻ്റെ ആത്മാവ് അത്ര വലിയൊരു ഇളക്കം അവിടെ കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് വാസ്തവത്തിൽ ഒരു തലവാതിലൊക്കെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴും ആ കണ്ടു കൈയടിച്ചു. ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഓരോരുത്തർ സൗഖ്യം പ്രാപിച്ചു പോകും. കണ്ടു കഴിയുമ്പോൾ ഒരു വിലയില്ലാത്ത അവസ്ഥയിൽ പോയിരിക്കുക ആൾക്കാർ. മനുഷ്യർക്ക് ഒരു മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. ഇപ്പോൾ കർത്താവ് അങ്ങനെ ചെയ്തല്ലോ. പക്ഷെ തിരിച്ചറിയണമേ. കാരണം വെച്ചാൽ ദൈവഭയവും ദൈവസ്നേഹവും മനുഷ്യൻ നഷ്ടപ്പെട്ടു. യേശുക്രിസ്തുവിനെ ഉയർത്താനോ മഹത്വപ്പെടുത്താൻ മനുഷ്യനോട് സാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു ജീവിതത്തിന് ഇതൊക്കെ സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു വില കൽപ്പിക്കുന്നില്ല മനുഷ്യർ.
ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരെ വിട്ടുപോയില്ല. അതാണ് 14-ാമത്തെ വചനം പറഞ്ഞത്. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, എന്തിനാ ആ മനുഷ്യൻ നിന്നത്? കാരണം അവനറിയാം ഇവരെയൊക്കെ ഫ്രഷ് കൽപ്പിക്കപ്പെട്ടവരാ ഈ അപ്പോസ്തലന്മാര്. കൂട്ടത്തിൽ പലരും പറഞ്ഞു കൂട്ടത്തിൽ കൂടല്ലേ കേട്ടോ, അപകടമാ, പ്രഭുമാർ പിടിക്കും, അവരുടെ നേതാവിനെ കൊന്നുകളഞ്ഞതാണ്, അവിടെ പോകാൻ പാടില്ല, ശരിയാകത്തില്ല. അവന് വേണ്ടി പേടിച്ച് ഓടിപ്പോകാം, ഞാൻ സുഖപ്പെട്ടല്ലോ അല്ലേ, അവൻ ഓടിപ്പോകാമായിരുന്നു. പക്ഷെ അവൻ പോയില്ല. പിറ്റേ ദിവസം ഈ സംഘം കൂടിയപ്പോൾ ഇവനും അവരുടെ കൂട്ടത്തിലുണ്ട്, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവൻ ഇവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർക്കൊന്നും എതിർത്ത് പറയാൻ പറ്റാതെ പോയത്. ഹല്ലേലൂയ. കാരണം അതൊരു തെളിവായിരുന്നു, ഒരു ക്ലിയർ പ്രൂഫാണത്, സുഖപ്പെട്ടവൻ്റെ സാന്നിധ്യം അവിടെ. ഇവിടെ ഒരു വസ്തുത്തിൽ നമ്മളിത് കാര്യം മനസ്സിലാക്കേണ്ട, എത്രയോ മനുഷ്യര് കർത്താവിൻ്റെ കരങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവരായിരുന്നില്ലേ? എന്നാൽ ഇവിടെ ഈ മുടന്തനാകട്ടെ, അവൻ അവിടെ ഉറച്ചു നിൽക്കുകയാണ്, അവർ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അപ്പോസ്തലന്മാർക്കെതിരെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ അവിടത്തേക്ക് ചെയ്തു തരാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ മുടന്തൻ അവൻ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും എത്രയോ 10,000 മടങ്ങ് അവൻ ലഭിച്ചു. കാരണം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നടക്കാൻ വയ്യാത്തൊരു ഭിക്ഷക്കാരനായിട്ട് ജീവിക്കേണ്ടി വരിക. അവിടെ വലിയ വിടുതൽ കിട്ടി. ഇത് മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൂട് അവൻ അറിഞ്ഞു, ശക്തി അവൻ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ അപ്പോസ്തലന്മാരെ വിട്ടു പോകാതെ നിന്നത്. ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന ആളുകളിൽ നമ്മുടെ ഓരോ ശുശ്രൂഷകളിലൂടെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ സംഭവിച്ച് ആദിമസഭയിൽ സംഭവിച്ചതായ ഇതുപോലുള്ള വലിയ ഇളക്കങ്ങൾ, വലിയ ചലനങ്ങൾ, ദൈവമേ, മനുഷ്യരെ ഇളക്കുന്ന, മനുഷ്യരെ ചലിപ്പിക്കുന്ന, മനുഷ്യരെ പശ്ചാത്തലത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എല്ലായിടത്തും പ്രവർത്തിക്കാൻ ഇടവരണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രോഗശാന്തി തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ നിന്നുകൊണ്ട് എതിർക്കുമ്പോൾ ദൈവം ഇത്രമാത്രം അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടായിട്ടും അതിനെ പുച്ഛിക്കുന്നവരും അതിനെ കുറച്ച് കാണിക്കുന്ന അനേകം മനുഷ്യരുടെ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും നാളുകളിൽ സ്പിരിറ്റിൻ്റെ ശുശ്രൂഷകളിലൂടെ ദൈവമേ രോഗികൾക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങൾ അത് കാട്ടുതീ പോലെ പടരുവാൻ, അനേകരെ പശ്ചാത്തപിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, അങ്ങേക്ക് മഹത്വം, അവിടത്തേക്ക് ആരാധന. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങേക്കും മഹത്വം, യേശുവേ അങ്ങേക്കും നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുസ്തകം പറയുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി കൊണ്ടാണ്, നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തരുന്നത്. അപ്പോൾ നാം ഉറപ്പാക്കണം, എന്നിൽ വസിക്കുന്ന ആത്മാവ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന അഭിഷേകം ചലിക്കുന്നതായിരിക്കണം, പ്രവർത്തിക്കുന്നതായിരിക്കണം, പ്രവർത്തനം നിരതമായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് അഭിഷേകമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും എത്രയോ അധികമായിട്ട് ചെയ്തു തരാൻ കഴിയുന്നതിനുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതാണ് ഒരു 2000 മടങ്ങ് വിചാരിക്കുന്നു. ഞാൻ ഈ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പാസ്പോർട്ട് എടുക്കണം. ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി SSLC ബുക്ക് വേണം. ഇപ്പം ഞാൻ എൻ്റെ SSLC ബുക്ക് തപ്പിയും കൂടെ എൻ്റെ കയ്യിലൊന്നും ഇല്ല. കാരണം അത് പണങ്ങാടപ്പെടുത്താൻ കഴിഞ്ഞ് ഇടച്ചു പോയി. ഞാൻ തറവാട്ടിൽ ചെന്നു, കൂട്ടിക്കൽ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് അവിടെയുള്ള എല്ലാം തപ്പിയപ്പം അമ്മ എന്നോട് പറഞ്ഞു, അവിടെ ഒരു തടിയലമാരിക്കാതെ കുറേ സാധനം ഉണ്ടായിരുന്നു, ചതിൽ കയറിയാണ്. കാരണം വീട്ടിലവിടെ ആദ്യം വരും ആരുമില്ല, മക്കളാരോട് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് ചതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ജോലിക്കാരനെ കൊണ്ട് അതെല്ലാം എടുത്ത് പുറത്തു കൊണ്ട് കത്തിച്ചു കളയെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന പ്രതീക്ഷ തീർന്നു. അപ്പോൾ ഞാൻ എന്തായിരുന്നറിയോ, ഈ കത്തി കിടക്കുന്ന ചാമ്പൽ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ തപ്പുകാരൻ SSLC ബുക്കിന് അന്നത്തെ ബുക്കിന് ഒരു കളറുണ്ടല്ലോ, ഒരു വേറെ നിറമുണ്ട്, അടയാളം നോക്കാൻ വേണ്ടി അത് ചാമ്പൽ മുഴുവൻ തട്ടി ഞാൻ കമ്പോച്ച് കിണ്ടി നോക്കിയിട്ട്
ഒന്നും കണ്ടില്ല. അതിനൊരു മുഴുവൻ കത്തി പോയി. ഇനിയിപ്പോൾ എന്താ അടുത്ത മാർഗം? തിരുവനന്തപുരത്ത് പോയി വിദ്യാഭ്യാസ വകുപ്പിൽ ചെന്ന് അവിടെ സെക്രട്ടറി അടുത്ത് ചെന്നിട്ട് അപേക്ഷ കൊടുത്ത് നമുക്ക് കിട്ടണം. മാസങ്ങളെടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വിളി വന്നിരിക്കുകയാണ് ഇവിടെ ദുബായിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് പാസ്പോർട്ട് എടുക്കുന്നത്. ഞാനിങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഇനി തിരുവനന്തപുരം വരെ പോയി, ഞാൻ താമസിക്കുന്നത് മൂന്നാളാണ് താമസിക്കുന്നത്. ഈ തിരുവനന്തപുരം വരെ പോയി അപേക്ഷ കൊടുത്ത് ഇത് കിട്ടണമെങ്കിൽ എങ്ങനെയാളും വളരെ കാലം പിടിക്കും. എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയും, പരിശുദ്ധാത്മാവേ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടത്തേക്ക് അറിയാം അത് എവിടെയാണെന്ന്, അവിടത്തേക്ക് അറിയാം. അത് കത്തിപ്പോയോ നഷ്ടപ്പെടുമോ എന്ന് ആർക്കും അറിയത്തുമില്ല. അതെവിടെയാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ് ഇരിക്കുന്നത്, അവിടത്തേക്ക് അറിയാമല്ലോ പരിശുദ്ധാത്മാവേ. അതെങ്ങനെ കണ്ടെത്താൻ സഹായിക്കണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് രാത്രി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ പണ്ട് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചപ്പോൾ കൊണ്ടുപോയ ഒരു പെട്ടിയുണ്ട്. പണ്ടത്തെ പെട്ടി, ഇരുമ്പ് പെട്ടി എന്ന് ഒരു ട്രങ്ക്, വലിയ പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് ഒരു കവറിനകത്ത് ഈ ബുക്ക് ഇരിപ്പുണ്ട്. കൃത്യമായിട്ടും ആ ബുക്കിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ, എൻ്റെ പേര് ടോം സക്രിയാസ് എന്നുള്ള പേര് വളരെ വ്യക്തമായിട്ട് അതേ രൂപത്തിൽ കറുത്ത അക്ഷരം എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുകയാണത്. സ്വപ്നം കണ്ടു. നേരം വെളുത്തപ്പോൾ ഞാൻ ഓർത്തു, ദൈവം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാണല്ലോ. ഞാൻ ഓടിച്ചെന്ന് പെട്ടി തുറന്നു. പെട്ടിക്കകത്തെല്ലാം വലിച്ച് വൃത്തിയടിച്ചിട്ടു നോക്കി. ഇതിലൊന്നുമില്ല, സാധനത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചില്ല, ദൈവത്തിൻ്റെ ആത്മാവ് സ്വപ്നത്തിൽ കണ്ട കാര്യം അത് എന്തോ ഉണ്ടത് കർത്താവ് കാണിച്ചതെന്നാണ്. ഞാൻ വീണ്ടും ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് കാർഡിൻ്റെ, നമ്മൾ ഈ ക്രിസ്മസ് കാർഡ് അയക്കുന്ന പോസ്റ്റ് കവർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കവറിലായി ഇത് കണ്ടു. സ്വപ്നത്തിൽ കണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു കവറോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ കവറിന് പുറത്തും എൻ്റെ പേരുണ്ട്. ഞാൻ വേഗം ആ കവർ എടുത്ത് തുറക്കുമ്പോഴുണ്ട് അതിനകത്ത് ഈ ബുക്ക് ഇരിക്കുക, SLC ബുക്ക്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി. ഇതുപോലെ എത്രയോ ഇടങ്ങൾ, എത്രയോ കാര്യങ്ങൾ ആത്മാവ് സഹായിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വസിക്കുന്നവൻ, നമ്മളെ സഹായിക്കുന്നവൻ, നമ്മളെ സ്നേഹിക്കുന്നവൻ, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ അധികമായിട്ട് അവിടുത്തെ ചേരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രാപിച്ചെടുക്കാൻ സാധിക്കുക? അതേ അധ്യായത്തിൽ തന്നെ, എഫെസോസ് 3-ാമത്തെ അധ്യായത്തിൽ തന്നെ 14 മുതൽ വചനം ശ്രദ്ധിക്കാം. എഫെസോസ് 3:14 മുതൽ, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. എന്തിനാണ് അപ്പോസ്തലൻ പറയുന്നത്? നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൊള്ളിച്ചു തരാൻ അവിടുത്തെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് ഇതിലേക്ക് വരികയാണ്. നമ്മൾ ഈ 15 മുതലുള്ള 14-15 വചനങ്ങൾ നമുക്ക് എങ്ങനെ സാധിക്കും, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് എങ്ങനെ പ്രവർത്തന നിരതരാക്കാൻ സാധിക്കും നമ്മൾ നോക്കുന്നത്. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അതിനൊന്ന് ഏറ്റു പറയാം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്ഥലം പറയും, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന് മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. പിതാവ് ദൈവത്തിന് മുമ്പിൽ ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്, ഞാൻ അടിയറ വയ്ക്കുകയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുത്തെ തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. ദൈവം, പിതാവ് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം
അവിടുന്ന് ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. എന്താണ് ദൈവപിതാവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ അവർക്ക് ഒരേക്കർ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. ഒരേക്കർ സ്ഥലമുണ്ട്, 5 മക്കളുണ്ട് അവിടെ. അപ്പോൾ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ ഈ വസ്തു വീതം വയ്ക്കുകയാണ്. 5 പേർക്ക് വീതം കൊടുക്കണം, തുല്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് എത്ര വെച്ച് കിട്ടുന്നു? 20 സെൻറ്റാണ് കിട്ടിയത്, അല്ലേ? ഒരേക്കർ വസ്തു 5 മക്കൾക്ക് വീതം വെച്ചപ്പോൾ അത് 20 സെൻറ്റ്. നമുക്ക് 20 സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തേലും ഉണ്ട്? പക്ഷേ ഈ ഹോളിന് അത്രയും വരുമായിരിക്കും. അത്ര സ്ഥലമാണ് കിട്ടുന്നത് ഒരാൾക്ക് കിട്ടുന്നത്, 5ആയിട്ട് പകുത്ത് കഴിഞ്ഞപ്പോഴേക്കും. എന്നാലും മറ്റൊരു ഭവനം, മറ്റൊരു കുടുംബം 1000 ഏക്കർ തോട്ടമുണ്ടെന്ന് വിചാരിക്കും. 1000 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. അവിടെ 5 മക്കളുണ്ട്. ആ അപ്പൻ തൻ്റെ വസ്തു തുല്യമായിട്ട് വീതം വയ്ക്കുകയാണ്. എത്ര ഏക്കർ വെച്ച് കൊടുത്തു? ഒരാൾക്ക് 200 ഏക്കർ കൊടുത്തു. 200 ഏക്കർ. നോക്കണമേ ആ മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വർഗത്തിലെ ദൈവം എത്രമാത്രം സമ്പന്നനാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റൂല്ലോ? ഇല്ല. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ 1 ഏക്കർകാരൻ വീതം വെച്ചപ്പോഴേക്ക് അവൻ്റെ മക്കൾക്ക് കൊടുത്ത് 20 സെൻറ്റ് മാത്രമാണ്. 1000 ഏക്കർകാരൻ അത് പങ്കുവെച്ചപ്പോൾ 200 ഏക്കർ വെച്ച് 5 പേർക്ക് ലഭിച്ചെങ്കിൽ അതിലുമെല്ലാം എത്രയോ വലിയ സമ്പന്നൻ, കോടീശ്വരനായ നമ്മുടെ പിതാവ്, ആത്മീയ സമ്പത്തോ ഭൗതിക സമ്പത്തോ ആകട്ടെ, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് ലുബ്ധനല്ല, അവിടുന്ന് കുറയ്ക്കുന്നവനല്ല, അവിടുന്ന് അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. അവിടുന്ന് സമൃദ്ധി ചൊരിയുന്ന ദൈവമാണ് അവിടുന്ന്. അപ്പോൾ തൻ്റെ സമൃദ്ധിക്ക് അനുസരിച്ചാണ് അവിടുന്ന് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് കൊടുക്കുന്നത്? പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. നമുക്ക് എന്താ നൽകുന്നത്? അവിടുത്തെ പരിശുദ്ധാത്മാവിനെയാണ്. അതാണ് പറഞ്ഞത്, ആ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ദൈവം പരിധിയില്ലാതെ, ഒരു ലിമിറ്റില്ലാതെ സമൃദ്ധമായി, ചോദിക്കുന്നവർക്കെല്ലാം സമൃദ്ധമായി തൻ്റെ സമ്പത്തായ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവനാണ് അവിടുന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിലൂടെയാണ്.